ആക്ടർ വിനായകൻ വിവാദങ്ങളിലൂടെ ഇങ്ങനെ തിന്നി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ നായകനായിട്ട് മാറിയിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം തുണിയെങ്കിലും പറിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ വിവാദകരമായ പരാമർശം നടത്തിക്കൊണ്ടിരിക്കും. അത് കുട്ടികളുടെ സ്ഥിരം പരിപാടി. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് മനുഷ്യൻ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചിലർ പറയത്തില്ലേ, ചിലർ ഫോൺ വിളിച്ച് പറയും, ഇവിടെ ഒന്നും വിളിക്കുന്നില്ലല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ യുഗം ആയിക്കഴിഞ്ഞപ്പം വിനായകന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചില വിവാദങ്ങൾ തിരികൊളുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതിന് പലപ്പോഴും നമ്മൾ പ്രമുഖ വ്യക്തികളുടെ മരണത്തെയാണ് അദ്ദേഹം കൂട്ടുപിടിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വിലാപയാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമ്മുടെ വിനായകൻ നടത്തി. അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഏറിക്കേറി. അതിനുശേഷം ഫ്ലാറ്റിൽ നിന്ന് വരച്ചുരിഞ്ഞ് ചില ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആകെപ്പാട് നാറി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചീത്ത വിളിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിനായകൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ VF അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വിനായകൻ അടങ്ങിയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ ആദ്യമേ കണ്ടത് വിനായകൻ VF അച്യുതാനന്ദൻ മരിച്ചു കിടന്നപ്പോൾ കണ്ണേ കരളെ VF എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. എനിക്ക് തോന്നുന്നു മുദ്രാവാക്യമൊക്കെ വിളിച്ച് വളരെ നല്ല രീതിയിൽ തന്നെയാണ് VFനെ അദ്ദേഹം വിട പറഞ്ഞത്. വളരെ സന്തോഷമുണ്ടായി. ഉമ്മൻചാണ്ടിയോട് കാണിക്കാത്ത ആ മര്യാദ VFനോട് കാണിച്ചല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതിന് ശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. ഞാനിത് വായിക്കുന്നൊന്നുമില്ല, അത് നിങ്ങളൊന്ന് വായിക്കും. പല മഹാന്മാരെ പറ്റിയും ഇതിനകത്ത് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ തന്തയും ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിനകത്ത് VFൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗാന്ധിജി, നെഹ്റു, ഇന്ദിര, രാജീവ്, കരുണാകരൻ, അതുപോലെ ചാണ്ടി, ഇങ്ങനെയൊക്കെ പല ആൾക്കാരെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. ഒരു 5-10 പ്രാവശ്യം ചത്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് വായിക്കാൻ കഴിയുമ്പം പലരും സംശയം ചോദിക്കുന്നത് കേട്ടു. ഈ വീഡിയോയുടെ താഴെയൊക്കെ പലരും സംശയം ചോദിച്ചു, ചത്തു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റെന്ന്. ഞാനെപ്പോഴും വിചാരിക്കും, ഈ അച്ഛൻ എന്ന് വിളിക്കുന്നതിന് പകരം തന്തേ എന്ന് വിളിച്ചാൽ മതിയോ? പറ്റത്തില്ലല്ലോ, രണ്ടും ഒരേ വാക്കല്ലേ. പക്ഷെ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താ? അച്ഛാ എന്ന് സ്നേഹമായിട്ട് വിളിക്കും അല്ലേ. അതാണ് മര്യാദ എന്ന് പറയുന്ന സാധനം. ഒരു മനുഷ്യൻ നാട്ടുഭാഷ അനുസരിച്ച് പറയാം, ഒരു മനുഷ്യൻ ചത്തു എന്ന് പറയാം. പക്ഷെ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ കൊടുക്കുന്നൊരു ബഹുമാനമാണ്. അത് ഭാഷയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് പറയുന്നത് എങ്ങനെ വേണമെങ്കിലൊക്കെ പറയാം. അപ്പം ഈ ചത്തു എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ ആ മരിച്ചുപോയ വ്യക്തികളോട് ബഹുമാനം ഇല്ലായ്മ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് വിനായകൻ അറിയാവുന്നത് പുള്ളിയുടെ അച്ഛനെ മാത്രമോ. അത് എൻ്റെ തന്ത ചത്തു എന്ന് പറയാം. അത് അവർ നമ്മളുടെ ഇരിപ്പ് വശമാണ്. അതെങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ. നമ്മുടെ അച്ഛനെയും അമ്മയും അല്ലാതെ വേറെ ആരെപ്പറ്റി പറയാൻ പറ്റും? പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ ബാക്കി എല്ലാവരും, VF ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും ഇന്ദിരയാണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ്. വേറൊരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജി ആയാലും ഇന്ദിരയായാലും രാജീവ് ഗാന്ധി ആണെങ്കിലും കൊന്നതാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ വിനായകൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റ് ഇടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിനായകൻ പലപ്പോഴും പ്രമുഖ വ്യക്തികൾ മരിച്ചു കഴിയുമ്പം ഒരു പോസ്റ്റ് ഇട്ട് പുറത്തു വരുന്നത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഇനിയും ഉമ്മൻചാണ്ടി അന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ VF അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ഉള്ള വിലാപയാത്ര പോലെ തന്നെ വലിയൊരു വിലാപയാത്രയായിരുന്നു. ഇത് രണ്ടുപേരും തമ്മിൽ താരതമ്യപ്പെടുത്തി സംസാരിക്കാനും ഞാൻ ആളല്ല. കാരണം രണ്ടുപേർക്കും രണ്ടുപേരുടേതായ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഉമ്മൻചാണ്ടി എടുത്ത് നോക്കുമ്പം ഉമ്മൻചാണ്ടി ഭരണത്തിൽ അല്പം മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന്. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന് കേൾക്കുമ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ഒറ്റ രൂപം VF അച്യുതാനന്ദൻ്റെയാണ്.
കാരണം പ്രതിപക്ഷ നേതാവായിട്ട് ഇത്രമേൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു നേതാവ് വേറെയില്ല. കേരള രാഷ്ട്രീയത്തിലേ ആരുമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും BF അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രായം മറന്ന് അതാണ് പ്രതിപക്ഷ നേതാവായിരുന്നുള്ള VFൻ്റെ പ്രകടനം. പക്ഷെ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലൊന്നും നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. അത് ഒന്നാമത്തെ കാര്യം, പാർട്ടിയിൽ നിന്നുള്ള ചില കൈകടത്തലും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം കൂച്ചുവിലങ്ങ് പലപ്പോഴും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചത് കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ പറ്റി. അപ്പം അങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പം അന്നും വിനായകനൊരു പോസ്റ്റ് ഇട്ടു. അന്ന് പത്രക്കാരോടാണ് പറഞ്ഞത്. അന്ന് ആരെങ്കിലും മറന്നില്ലെങ്കിൽ ആ പോസ്റ്റ് ഒന്ന് കേൾക്കും. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറ നിർത്തിയിട്ട് പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തുകാരൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അച്ഛനും ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരൻ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്ലീസ് നിർത്തിയിട്ട് പത്രക്കാർ. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാ. എനിക്ക് തോന്നുന്നു വിനായകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, അസൂയയും കുശുമ്പുമാണെന്ന്. ചിലവർക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, എനിക്ക് കിട്ടാത്തത് ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, ഇത് മറ്റുള്ളവർക്ക് എന്തിനെ കിട്ടുന്നു എന്നുള്ള ഒരു അസൂയയും കുശുമ്പ്. അതിൽ നിന്നുണ്ടാകുന്ന ആകർഷാബോധമാണ് വിനായകനെ ആകപ്പാടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലവർക്ക് ഇങ്ങനെയാണ്, മറ്റുള്ളവർക്ക് അംഗീകാരവും ഇതൊന്നും കിട്ടുന്നത് അവർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരെങ്ങനെങ്കിലുമൊക്കെ അത് പുറത്തു വരും അല്ലേ? അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനായകനെ സംബന്ധിച്ച് വിനായകന് എന്തൊക്കെയോ അപകർഷബോധമുണ്ട്. സ്വന്തം കഴിവിൽ വിനായകന് വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിനായകൻ പല കാര്യങ്ങളിലും ഇങ്ങനെ പറഞ്ഞ് അത് വിവാദമാക്കാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ വിവരക്കേട് എന്ന് പറയുന്ന സാധനം ആകാം, അത് ഒരു അലങ്കാരമായിട്ട് ഒരു കാരണവശാലും ഒരു മനുഷ്യനും കൊണ്ട് നടക്കരുത് എന്നാണ് വിനായകനോട് എനിക്ക് പറയാനുള്ളത്. വിനായകൻ എന്ന് ഞാനെപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് വിനായകനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ചില എങ്ങനെ പെരുമാറണം, ഓരോ സമയത്തും എങ്ങനെ പെരുമാറണം എന്ന് തന്നെ പഠിക്കുന്നതല്ല. നമ്മളെ ഞാൻ പഠിപ്പിച്ചാലൊന്നും വിനായകന് മനസ്സിലാകത്തില്ല. അത് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ്. അത് സംസ്കാരം എന്ന് പറയുന്ന സാധനം വരും. അത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ഇടപെടലിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാകേണ്ട സാധനമാണ്. അതിൻ്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വിനായകൻ്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. വിനായകൻ ഇങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ തന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്. വിനായകനെതിരെ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പലരും പരാതി കൊടുത്തതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒന്നും സംഭവിക്കത്തില്ലടേ. വിനായകനെതിരെ ഏത് കേസെടുക്കും? എന്ത് പേര് കേസെടുക്കും? ഈ ചത്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിലോ? ഇതൊക്കെ നാട്ടുഭാഷയാണ്. നമ്മൾ നാട്ടുഭാഷ പ്രയോഗിക്കുന്നവരാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാരല്ലേ. എത്രയോ രാഷ്ട്രീയക്കാർ പലപ്പോഴും നാട്ടിൽ പറയുന്ന ഭാഷകൾ ഈ നാട്ടിൽ പറയുന്ന സാധനം മറ്റേടത്ത് ചിലപ്പോൾ ചീത്തയാവണമെന്നില്ലടേ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കേസൊന്നും ഇതിനൊരു പരിഹാരമല്ല. വിനായകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഓരോ സമയത്തും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. വിനായകൻ പറയട്ടെ, നമ്മളും പറയട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്തും വരെ ഓക്കെ ബൈ.